അർപ്പണത്തിലാണ് ദുബായ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾക്ക് നേരെ ഉണ്ടായത്. അതായത് കൊച്ചിയിലാണ് ജബൽ അലി തുറമുഖത്ത്, ഒപ്പം തന്നെ പാർച്ചുമേരയിലെ ലേക്ക് റിസോർട്ടിന്റെ ഭാഗത്തെല്ലാം കെട്ടിടങ്ങൾക്ക് ഈ അവശിഷ്ടങ്ങൾ വീണ് തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അബുദാബി എയർപോർട്ടിൽ ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് സ്ഥിരീകരിച്ചു. അങ്ങനെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഇന്നലെ രാത്രി മാത്രം വിവിധയിടങ്ങളിലായി ആക്രമിക്കപ്പെട്ടു, ബോംബുകൾ ആക്രമിക്കപ്പെട്ടു. എന്നാലും പുലർച്ചെ അതിന്റെ തോതുകൾ അല്പം കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ പിന്നണി ഗായകൻ ബിജു നാരായണൻ നമുക്കൊപ്പം ദുബായിൽ നിന്ന് ചേരുന്നു തത്സമയം. ബിജു, നമസ്കാരം. ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ വിമാനത്തിൽ നിന്ന് തിരിച്ചിറങ്ങി വിമാനത്താവളത്തിൽ എത്തുന്ന ഘട്ടമായിരുന്നു. ഇപ്പോൾ എവിടെയാണ്, എന്തൊക്കെയാണ് ഏറ്റവും പുതുതായി അവിടെ ബിജുവിന് അറിയാൻ കഴിയുന്നതും താങ്കൾ അനുഭവിക്കുന്നത്? ഞാൻ ഇന്നലെ ദുബായിൽ നിന്ന് പിന്നെ ഷാർജയ്ക്ക് പോന്നു. ഇപ്പോൾ ഷാർജയിലാണ് ഉള്ളത്. ഞാൻ സെറ്റിന്റെ ഒപ്പമാണുള്ളത്, വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ എണീറ്റത് ന്യൂസ് കാണുമ്പോൾ വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. കാരണം ഇവിടെയൊക്കെ അടുത്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറയണം. പിന്നെ ദുബായിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറയണം. ഇന്നലെ അലർട്ട് ദുബായ് സൈഡിലേക്ക് ഇവിടെ ഷാർജയിൽ വന്നില്ല. ദുബായിലേക്ക് ഒരുപാട് പേർക്ക് എല്ലാവർക്കും തന്നെ അലർട്ട് ഉണ്ടായിരുന്നു. വിൻഡോ സൈഡിൽ നിൽക്കാൻ പാടില്ല, എല്ലാവരും നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ വന്നതാണ്. അപ്പൊ അദ്ദേഹം വലിയ കുഴപ്പമില്ല, പക്ഷെ അറിയില്ല. ദിവസങ്ങളിൽ പലയിടങ്ങളിലായി കേരളത്തിൽ പരിപാടികൾ പ്രോഗ്രാം ഉള്ളതായി ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അവരൊക്കെ ബന്ധപ്പെടുത്തുമ്പോൾ അതിന് മുമ്പ് മടങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? അതാണ്